നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾ കാണാൻ ഫാക്ടറികളെ പോലെ ഇരിക്കുന്നതെന്ന്? ആ ബില്ലുകൾ, വരിവരിയായുള്ള ഇരിപ്പിടങ്ങൾ, യൂണിഫോമുകൾ, ആ നിശബ്ദത, ഇതൊന്നും അവിചാരിതമല്ല. ഇതൊരു ഡിസൈനാണ്. വ്യവസായ വിപ്ലവത്തിന് മുൻപ് കുട്ടികൾ പഠിച്ചിരുന്നത് ജീവിതത്തിൽ നിന്നായിരുന്നു. മണ്ണിൽ നിന്നും ആകാശത്തു നിന്നും കഥകളിൽ നിന്നും അവർ അറിവുകൾ നേടി. വ്യവസായ വിപ്ലവത്തിന് പിന്നാലെ വന്ന മുതലാളിത്തത്തിനാവശ്യം ചിന്തിക്കുന്നവരല്ലായിരുന്നു, മറിച്ച് ചോദ്യം ചോദിക്കാതെ പണിയെടുക്കുന്ന യന്ത്രങ്ങളെയായിരുന്നു. അതോടൊപ്പം ഭരണകൂടങ്ങൾക്കാവശ്യം ചെറുപ്പത്തിലെ അച്ചടക്കം ശീലിച്ച് വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാത്ത പൗരന്മാരെയും. ഫാക്ടറികളിലെ തൊഴിലാളികളെയും ആജ്ഞകളനുസരിക്കുന്ന പട്ടാളക്കാരെയും വാർത്തെടുക്കാൻ അവർ നിർമ്മിച്ചെടുത്തതാണ് ഇന്നത്തെ ഈ സ്കൂൾ സിസ്റ്റം. ഹൊറൈസ്മാൻ ഈ ഐഡിയ കടമെടുത്തത് റഷ്യൻ ഫാക്ടറികളിൽ നിന്നാണ്. ഓരോ ബെല്ലും കുട്ടിയോട് പറയുന്നത് ചിന്തിക്കുന്നത് നിർത്തുക, അനുസരിക്കാൻ തുടങ്ങുക എന്നതാണ്. ഇവിടെ കുട്ടി ഒരു വ്യക്തിയല്ല, മറിച്ച് വിപണിയിലേക്കും ഭരണകൂടത്തിൻ്റെ ആവശ്യങ്ങൾക്കുമായി ഇറങ്ങേണ്ട ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ഐൻസ്റ്റൈൻ പറഞ്ഞതുപോലെ, ഈ സിസ്റ്റത്തിന് ശേഷവും ഒരാളിൽ കൗതുകം ബാക്കിയുണ്ടെങ്കിൽ അതൊരത്ഭുതം തന്നെയാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തമായി ജനിച്ചവരാണ്, പക്ഷേ കവിയെയും ശാസ്ത്രജ്ഞനെയും സ്വപ്നജീവിയെയും നർത്തകിയെയും ഒരേ സ്കെയിൽ വെച്ച് നാം അളന്നു. സർഗാത്മകതയെ കൊന്നൊടുക്കി ഒരേ അച്ചിൽ വാർത്ത മനുഷ്യരെ ഈ സിസ്റ്റം സൃഷ്ടിച്ചു. മിഷേൽ ഫൂക്കോ നിരീക്ഷിച്ചതുപോലെ സ്കൂളുകൾ, ജയിലുകൾ, മെൻ്റൽ ഹോസ്പിറ്റലുകൾ, ഇവയുടെ മതിലുകൾ വ്യത്യസ്തമാണെങ്കിലും ലക്ഷ്യമൊന്നാണ്: അച്ചടക്കം. ഈ വ്യവസ്ഥിതി ചിന്തിക്കുന്നവരെയല്ല, മറിച്ച് വെറും തൊഴിലാളികളെയാണ് സൃഷ്ടിച്ചത്. ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങാൻ പാകത്തിന് വെട്ടിമാറ്റപ്പെട്ട മനസ്സുകൾ, അച്ചടക്കത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സ്കൂളും ഫാക്ടറിയും ജയിലും ഒരുപോലെ തോന്നിപ്പിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണ്ടേ? നോർത്ത് ഇന്ത്യയിൽ വ്യത്യസ്തമാർന്ന കുറച്ച് സ്കൂളുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ലൈഫ് സ്കൂളുകൾ. കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് അങ്ങനൊരു സ്കൂളുണ്ടെന്ന് കേട്ടു. നമ്മളുടെ യാത്ര അങ്ങോട്ടാണ്. അങ്ങനെ ഒരു സ്കൂൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോയി കാണണമല്ലോ. Slowly breathe in. Breathe in. Inhale. Exhale. Inhale. Exhale. നിങ്ങളുടെ മുഴുവൻ കോൺസെൻട്രേഷനും നിങ്ങളുടെ ബ്രീത്തിനിൽ മാത്രമാണ്. ഫീൽ ദ ചിൽ, ഫീൽ ദ കോൾ വെൻ യു ഇൻഹെയിൽ. ശ്വാസം ഉള്ളിലേക്ക് കയറ്റുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു തണുപ്പ് അനുഭവപ്പെടും. Now your body is like a feather. കാറ്റത്ത് ഇങ്ങനെ പാറി നടക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയെ പോലെ നിങ്ങളുടെ ബോഡി അത്രയും റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ക്ലിയർ ബ്ലൂ സ്കൈ. എവ്രിതിങ് ഈസ് ക്ലീൻ, ഫ്രഷ്. യു ക്യാൻ സീ ദാറ്റ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കനത്ത നിശബ്ദതയാണ്. പിള്ളേർ പഠിക്കണേക്കാൾ കൂടുതൽ കളിയും കൃഷിയും പാട്ടും പരിപാടികളൊക്കെ ആണെന്ന് കേട്ടിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു മുട്ടുസൂചി ഇട്ടാൽ കേൾക്കാൻ പറ്റുന്ന നിശബ്ദത. സംഭവം റീഡിങ് അവറാണ്. സ്കൂളിൽ എല്ലാവരും ആ സമയത്ത് മറ്റു പരിപാടികളൊക്കെ നിർത്തി അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കും. ഈ കൊല്ലാറിൽ ഞാൻ വായിക്കുന്ന ബുക്ക് തിങ്ക് ആൻഡ് വെൻ ക്ലിക്ക്. സോ ഞാൻ ഇവിടുത്തെ ഒരു ടീമിൻ്റെ GM ആണ്. സോ ആസ് എ GM ദർ ആർ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. കുറേ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആവശ്യമുള്ളൊരു സംഭവമാണ് GM. ബട്ട് ഈ കാലം മുതൽ എനിക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർ ആവശ്യമുള്ളൊരു കാര്യം എന്താണോ അതെനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഈ ബുക്ക് വായിച്ചതിന് ശേഷം. റൂമി പറയുന്നുണ്ട്, നിങ്ങൾ തേടുന്നത് എന്തോ അത് നിങ്ങളെയും തേടുന്നുണ്ട്. നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളിലേക്ക് എത്തിച്ചേരും.
ദ ആൽക്കമിസ്റ്റ് എന്ന പൗലോ കോയലോയുടെ പുസ്തകത്തിൽ ഈജിപ്തിലേക്ക് നിധി തേടി പോകുന്ന ഒരാട്ടിടയനുണ്ട്. അവസാനം മനസ്സിലാക്കുന്നുണ്ട് താൻ അന്വേഷിക്കുന്ന നിധി എവിടെ. അപ്പോൾ ഇവിടെ സിലബസും പരീക്ഷയൊന്നുമില്ലേ? ഉണ്ട്, സിലബസും ഉണ്ട്, പരീക്ഷയുണ്ട്. എന്നാൽ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പഠിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ഉത്തരം നൽകണം എന്ന് മാത്രമല്ല, എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന്, മത്സരിക്കാൻ മാത്രമല്ല, സ്വയം തിരിച്ചറിയാൻ. ബെല്ലുകളിൽ നിന്ന് മുക്തമൊന്നുമല്ല ഈ സ്കൂൾ. പക്ഷേ ബെല്ലുകൾ അവരെ നിയന്ത്രിക്കുന്നില്ല. പരീക്ഷകളില്ലാതെയുമല്ല, എന്നാൽ പരീക്ഷകൾ അവരെ നിർവചിക്കുന്നില്ല. കാണാപ്പാഠം പഠിക്കാനുള്ള ഒരു വ്യവസ്ഥിതിയല്ല ഇത്, മറിച്ച് വളരാനുള്ള ഒരു ഇടമാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം പഠനം ജീവിതത്തിലേക്ക് പടരുന്നൊരിടം. And if you want to be a productive person, you have to avoid procrastination. Good morning everyone, my name is Mohammed Minhaj BC and today I'm here to talk about how to avoid procrastination. The thing that every individual in the entire world does every day. ഇബ്നു ബത്തൂത്ത ഒരു പാഴക്കപ്പലിൽ വന്നിട്ട് കോഴിക്കോട് തുറമുഖത്ത് ഇറങ്ങുന്നു. ആ സമയത്ത് അവിടെ ഓൾറെഡി നിർത്തിയിട്ടിട്ടുള്ള ചൈനീസ് കപ്പലുകളുണ്ട്. ആ ചൈനീസ് കപ്പലുകളിൽ വ്യാപാരികളുണ്ട്, അതേപോലെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ഇവിടെ സാമൂതിരി രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആശയം ഇതായിരിക്കും. ഈ സ്കൂളിന് ഇതുപോലെ പകർത്തി വയ്ക്കാനല്ല, എന്നാൽ ഇതെങ്ങനെ വിജയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അതിലെ ലക്ഷ്യം, അതിലെ കരുതൽ, ഓരോ കുട്ടിയും വെറും മാർക്കിനേക്കാൾ വലിയ ഒരത്ഭുതമാണെന്ന തിരിച്ചറിവ് ഉൾക്കൊള്ളാൻ, പഠനത്തിലേക്ക് ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ. വിദ്യാഭ്യാസം എന്നത് വെറും വിവരങ്ങൾ കൈമാറലല്ല, മറിച്ച് പരിവർത്തനമാണെന്ന് ഓർമ്മിപ്പിക്കാൻ. ഇതിനെ സ്കൂൾ മേഖലയിലെ വിപ്ലവം എന്നൊക്കെ പറയാനാകുമോ എന്നെനിക്കറിയില്ല. എന്നാൽ ഇതൊരു അർത്ഥവത്തായ ചുവടുവെപ്പാണ്. ഡോക്ടർ അംജദ് വഫയെ പോലെ നമ്മൾക്കിടയിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുള്ള ഈ സംവിധാനത്തിനുള്ളിൽ തന്നെ മികച്ച ഒന്ന് സാധ്യമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരുന്നുണ്ട്. The name is Yunus Yusuf, signing off.